BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ട് ദിവസം കുറച്ചായി. അതിനിടയ്ക്ക് കാട്ടുപോത്തിൻ്റെ ആക്രമണം, കാട്ടാനയുടെ ആക്രമണം, ക്ലിഫ് ഹൗസിലാണെങ്കിൽ മരപ്പട്ടിയുടെ ഉപദ്രവം, പിന്നെ ഇതുപോലുള്ള 100,000 പ്രശ്നങ്ങൾ, പത്മജ വേണുഗോപാലിൻ്റെ പാർട്ടി മാറ്റം. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് എന്തെങ്കിലും ഒന്നും പറയാൻ സമയം കിട്ടിയില്ല, സൗകര്യം ഉണ്ടായില്ല. ഇപ്പോൾ തന്നെ വൈകിയെങ്കിൽ പോലും ഒന്നും പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ആ വിഷയം ഒന്ന് പരാമർശിക്കാനാണ് ഇവിടെ താല്പര്യപ്പെടുന്നത്. BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി മത്സരിക്കുന്നില്ല, നിർമ്മല സീതാരാമനും മത്സരിക്കുന്നില്ല. പകരം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് അവിടെ മാറ്റൂരക്കുന്നത്. ശശി തരൂരിനെ തോൽപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ മതിയോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പോരാ. എന്നാലും പണമുണ്ട്, പ്രതാപമുണ്ട്, തറവാട്ട് മാഹാത്മ്യമുണ്ട്, ഇംഗ്ലീഷ് അറിയാം, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ വെച്ച് ഒരു കൈ നോക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതെന്തുമാത്രം ഫലപ്രദമാവും എന്നെനിക്കറിയില്ല. പിന്നെ തിരുവനന്തപുരത്തുകാരെ പറ്റി പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭഗവാൻ ശ്രീ പത്മനാഭൻ എന്തുകൊണ്ടാണ് അനന്തശയനത്തിൽ കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് നിന്നാൽ പുള്ളിയുടെ കാല് വരും എന്ന കാരണം കൊണ്ടാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാലുകൾ ഇൻഷുർ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. ആറ്റിങ്ങലിൽ മുരളീധരനുണ്ട്, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനുണ്ട്, പത്തനംതിട്ടയിൽ ആദർശ ധീരൻ്റെ മകനായ അനിൽ ആൻ്റണിയുണ്ട്. അങ്ങനെ മറ്റ് പല സ്ഥാനാർത്ഥികളുമുണ്ട്. അതൊന്നും വലിയ ബോക്സ് ഓഫീസ് വാല്യുള്ള കാര്യങ്ങളല്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നും. BJPക്ക് യാതൊരു ജയസാധ്യതയില്ലാത്ത, ഒരിക്കലും ഒരു കാരണവശാലും ജയിക്കാൻ പറ്റുകയില്ല എന്ന് ഉറപ്പുള്ള മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാമാണ്. അബ്ദുൾ സലാം ആരാണെന്ന് ചോദിച്ചാൽ അധികം പേർക്കും അറിയാൻ സാധ്യതയില്ല. മലപ്പുറത്തുകാർക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന് മലപ്പുറത്തുകാരെയും അറിയാം. പക്ഷേ BJPക്കാർക്ക് തന്നെ ഈ ഡോക്ടർ അബ്ദുൾ സലാം ആരാണെന്ന് വലിയ പിടിയുണ്ടാവാൻ സാധ്യതയില്ല. ഇദ്ദേഹം കാർഷിക സർവകലാശാലയിലെ പ്രഗത്ഭനായ ഒരു പ്രൊഫസറായിരുന്നു, ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം കശുവണ്ടി മേഖലയെക്കുറിച്ചിട്ടാണ് പഠനം നടത്തിയത്. അഗ്രോണമി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രോണമി പ്രൊഫസറായിരുന്ന കശുവണ്ടിയെക്കുറിച്ച് ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആൾ. അദ്ദേഹം കൊല്ലംകാരനാണ്. അതുകൊണ്ടാണ് ഈ കശുവണ്ടിയോട് പുള്ളിക്ക് പ്രത്യേകിച്ച് ഒരു മമത അല്ലെങ്കിൽ പ്രതിപത്തി ഉണ്ടായെന്ന് വേണം വിചാരിക്കാം. ഇദ്ദേഹം കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറായിട്ടിരിക്കുന്ന സമയത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വൈസ് ചാൻസലറുടെ ഒഴിവ് വന്നത്. ഒരു വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ശരിയല്ല, ഒരേ ഒരു വൈസ് ചാൻസലറുടെ ഒഴിവ് വരുന്നു. അന്ന് ലീഗിൻ്റെ ഭരണമാണ്, UDF ആണ് സംസ്ഥാനം ഭരിക്കുന്നത്, ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി, സാക്ഷാൽ PK അബ്ദുറബ്ബാണ് വിദ്യാഭ്യാസ മന്ത്രി. ഉന്നത വിദ്യാഭ്യാസത്തിന് വേറെ മന്ത്രിയില്ല. ഉന്നത വിദ്യാഭ്യാസവും അബ്ദുറബ്ബാണ്, സാധാരണ വിദ്യാഭ്യാസവും അബ്ദുറബ്ബാണ്. അബ്ദുറബ്ബ് ഒരു പ്രതിഭാശാലിയാണ്, നമുക്കറിയാമല്ലോ. അങ്ങനെ ലീഗുകാർ ഒരു വൈസ് ചാൻസലർ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അവർ സർവ്വഗുണസമ്പന്നനായ ഒരാളെ കണ്ടുപിടിച്ചു. അദ്ദേഹം ഏതോ അറബി കോളേജിലെ പ്രിൻസിപ്പളോ അതോ ഹയർ സെക്കൻഡറിയിലെ ഹെഡ് മാസ്റ്ററോ അങ്ങനെ ആരുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള യാതൊരു എക്സ്പീരിയൻസും ഇല്ല. യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് പുള്ളിക്കറിയില്ല. പുള്ളിയുടെ യോഗ്യത ഈ അറബിയിലുള്ള പാണ്ഡിത്യം മാത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് പത്രത്തിൽ വന്നപ്പോൾ മാർക്സിസ്റ്റുകാരും സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും എല്ലാം കൂടി ചേർന്ന് പുള്ളിയെ പരിഹസിച്ച് ഒരു വഴിക്കാക്കി. കോളേജിൽ പോകാത്ത ആളെയാണ് വൈസ് ചാൻസലറാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. ഇദ്ദേഹം അഫ്സൽ ഉലമ പാസ്സായ ആളോ മറ്റോ ആയിരുന്നു, പാവം. അങ്ങനെ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ ലീഗ് നിർബന്ധിതമായി. പിന്നെ ഒരാളെ കണ്ടിട്ടുണ്ട്, നമ്മുടെ സമുദായക്കാരനുമായിരിക്കണം. കാലിക്കറ്റ് സർവകലാശാലയിലെ വൈസ് ചാൻസലർ സ്ഥാനം മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ലീഗിനും വേണ്ടി സംവരണം ചെയ്യപ്പെട്ടുള്ള ഒന്നാണ്. അങ്ങനെ ലീഗുകാരെ അന്വേഷിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ പഠിപ്പും പാസ്സുമുള്ള ആൾക്കാർ ധാരാളം പേരുണ്ട്. ലീഗുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളാണ് MG യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭനായ ഡോക്ടർ KM സീതി. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവ് ഉപ്പാപ്പ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യ നേതാവും കേരള നിയമസഭാ സ്പീക്കർ വരുന്ന KM സീതി സാഹിബാണ്. അങ്ങനെ സീതി സാഹിബിൻ്റെ ചെറുമകനായ ഡോക്ടർ KM സീതിയെ പരിഗണിക്കാതെ, സീതിക്ക് വേറെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ കാണുമ്പോൾ പുള്ളി ചിലപ്പോൾ എഴുന്നേറ്റേക്കില്ല, അങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളുള്ള ആളാണ്. അതുകൊണ്ട് ലീഗുകാർക്ക് അദ്ദേഹത്തെ ബോധിച്ചില്ല. വേറെയും പ്രഗത്ഭരായ ആളുകളുണ്ടായിരുന്നു, അവരൊക്കെ ഒഴിവാക്കി. അവർ അന്വേഷിച്ച് തിരുവനന്തപുരത്തെത്തി. ദാണ്ടെ പ്രഗത്ഭനായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ ആരാണ്? ഡോക്ടർ അബ്ദുൾ സലാം. അദ്ദേഹം പക്ഷേ കോൺഗ്രസ്സുകാരനാണ്. ഈ തിരുവിതാംകൂർ ഭാഗത്ത് അഭിജാതരായ മുസ്ലിങ്ങളിലധികം പേരും കോൺഗ്രസ്സുകാരാണ്, ലീഗുകാരല്ല. കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് പുള്ളിയെ പിടിച്ച് ലീഗുകാർ
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു. അങ്ങനെ ഡോക്ടർ അബ്ദുൽ സലാം വൈസ് ചാൻസലർ എന്നറിയപ്പെട്ടു. ഇദ്ദേഹം പ്രഗത്ഭനും പ്രതിഭാശാലിയുമായിരുന്നു. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അതിശക്തമായ രീതിയിൽ പുള്ളി നീതി നടപ്പാക്കി. SFIക്കാർക്ക് രക്ഷയില്ല, AISFകാർക്ക് ഒട്ടും രക്ഷയില്ല, ABVPക്കാർക്ക് വഴികൂടി പോലും നടക്കാൻ പറ്റിയില്ല, KSUക്കാർക്കോ MSFകാർക്കോ പോലും രക്ഷയില്ല. ആര് പറഞ്ഞാലും പുള്ളി കേൾക്കുകയില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ ശാഠ്യങ്ങളുണ്ട്, പുള്ളിയുടെ തത്വശാസ്ത്രങ്ങളുണ്ട്. വിദ്യാർത്ഥികൾക്ക് തോന്നിയ പോലെ അലഞ്ഞെരിഞ്ഞ് നടക്കാനൊന്നും സാധ്യമല്ല. അധ്യാപകർക്ക് ഒട്ടും സാധ്യമല്ല. അധ്യാപകർ കൃത്യമായിട്ട് കോളേജിൽ പോകണം, ക്ലാസ്സിൽ ചെല്ലണം, പഠിപ്പിക്കണം എന്നൊക്കെ പുള്ളി നിർബന്ധിക്കാൻ തുടങ്ങി. അനധ്യാപകർക്ക് അതിലും കഷ്ടമായി. കൃത്യമായിട്ട് ജോലിക്ക് വരണം, ജോലി സമയം കഴിയാതെ എഴുന്നേറ്റ് പോകാൻ പറ്റുകയില്ല. ഇങ്ങനെ ഒരുപാട് ഉത്തരവുകൾ പുള്ളി പാസ്സാക്കി. ഇതൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചു. അതോടെ സർവകലാശാലയിലെ സകല ആളുകളും പുള്ളിക്കെതിരായി. കോൺഗ്രസ്സുകാരെതിരായി, ലീഗുകാരെതിരായി, അധ്യാപകരെതിരായി, അനധ്യാപകരെതിരായി, വിദ്യാർത്ഥികളെല്ലാവരും എതിരായി. അങ്ങനെ 4 കൊല്ലം കൊണ്ട് പുള്ളി സകല ആൾക്കാരെയും ശത്രുക്കളാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നന്നായൊന്നുമില്ല കേട്ടോ, അത് പഴയ പോലെയൊക്കെ തന്നെ തുടരും. അബ്ദുൾ സലാം എന്നുള്ള പേര് ലീഗ് വൃത്തങ്ങളിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസത്തിന് ഇടയാക്കി. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു, സർവകലാശാലയിൽ നിന്ന് വിരമിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അപ്പോഴത്തേക്കും കേന്ദ്രത്തിൽ BJPയുടെ ഭരണം വന്നു. BJP 2014 ജയിക്കുന്നു, 2019 വിജയം ആവർത്തിക്കും. അപ്പോൾ അബ്ദുൾ സലാമിന് ഒരു കാര്യം മനസ്സിലായി, ഇനിയുള്ള കാലത്ത് ലീഗിനെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല, കോൺഗ്രസിനെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല എന്ന് പുള്ളിക്ക് നേരത്തെ അറിയാം. അങ്ങനെ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചു. അതിൻ്റെ എന്തോ സംഘടനയുടെ, പോഷക സംഘടനയുടെ ഒന്ന് എനിക്ക് തോന്നുന്നു, ഭാരവാഹിത്വവും അദ്ദേഹത്തിന് സിദ്ധിച്ചു. ഇപ്പോൾ ഇതാ അദ്ദേഹം മലപ്പുറത്ത് മത്സരിക്കുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി ET മുഹമ്മദ് ബഷീറാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹമേ ജയിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം, യാതൊരു സംശയവും വേണ്ട. എതിർ സ്ഥാനാർത്ഥി DYFIയുടെ വസീഫാണ്. വസീഫ് പച്ച നിറത്തിലുള്ള പോസ്റ്ററൊക്കെ അച്ചടിപ്പിച്ച് മലപ്പുറത്തെ പച്ച പിടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. വെറുതെ സമയങ്ങളായെന്നല്ലാണ്ട് ഒരു പ്രയോജനമില്ല. എന്നാലും മത്സരിക്കുകയാണ്. അപ്പോൾ ഇനി അബ്ദുൾ സലാമായിട്ട് മോശപ്പെടുത്തുന്നുണ്ടല്ലോ, പുള്ളിയും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ മലപ്പുറത്ത് വളരെ കൗതുകരമായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. ജയിക്കുന്നത് നമ്മുടെ ET മുഹമ്മദ് ബഷീറായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അടുത്ത എതിർ സ്ഥാനാർത്ഥി വസീഫായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. അവിടെ ഡോക്ടർ അബ്ദുൾ സലാം BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഭസ്മാസുരന് വരം കൊടുത്ത സാക്ഷാൽ പരമശിവൻ്റെ അവസ്ഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വെറുതെ കേരള കാർഷിക സർവകലാശാലയിൽ അഗ്രോണമി പഠിപ്പിച്ച് തിരുവനന്തപുരത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന അബ്ദുൾ സലാമിനെ എഴുന്നേൽപ്പിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്ന് വൈസ് ചാൻസലറാക്കിയ ലീഗിന് ഇത്ര നല്ലൊരു സമ്മാനം മലപ്പുറത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ പടച്ചവൻ ചില്ലറക്കാരനല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് ശരിയാണ്. കൊല്ലത്തുകാരനായ അബ്ദുൾ സലാമിന് ഒരു കാര്യം അറിയാം, കൊടുത്താൽ മലപ്പുറത്തും കിട്ടും എന്നാൽ അദ്ദേഹം ഇപ്പോൾ ലീഗുകാരെ പഠിപ്പിക്കുകയാണ്. പടച്ചവൻ്റെ കളി എന്നല്ലാതെ എന്ത് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.